ഹായ്. ജോക്കർ. ജോക്കർ ശരിക്കും ജോക്കറായത് ഇപ്പോഴാണ്. ഇപ്പോഴാണ് ശരിക്കും ജോക്കറായത്. ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് നമ്മളെ അത്രയും ഇംപ്രസ് ചെയ്യിപ്പിക്കുകയും നമുക്ക് അത്രമാത്രം ഇഷ്ടം തോന്നിയും ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇവരെന്താണ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. അതായത് ഈ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഹിറ്റാണെന്നുള്ളത് തന്നെയാണ്. ഇവിടെ ജോക്കർ എന്ന് പറഞ്ഞ ഒരു സിനിമ, ഈ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ വന്നതിന് ശേഷം ഇനി ഒരു ജോക്കർ ഇല്ല എന്ന് നമ്മൾ വിധി എഴുതിയ സമയത്ത് ഇങ്ങനൊരു സിനിമയെ വന്ന് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്ത് നമ്മളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ. അങ്ങനെ ഞെട്ടിച്ചൊരു കഥാപാത്രം ഒരു പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് അർഹിക്കുന്ന ഒരു വാല്യൂ അതിനേക്കാൾ എത്രയോ മുകളിൽ ഇതിന് ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. അതിന് അർഹിക്കുന്ന ഹൈപ്പിനേക്കാൾ മുകളിൽ കിട്ടിയിട്ടുള്ള സിനിമ. കാരണം ഓൺലി ബിക്കോസ് ഓഫ് ഡാർക്ക് നൈറ്റ്. അതുമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പബ്ലിസിറ്റി വന്ന് ഇതിലെ നായകന്റെ ആ ഒരു പെർഫോമൻസ് അതിന്റെ ബലത്തിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിച്ച സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമേന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്യണം. എല്ലാം അങ്ങനെ ചെയ്യണം എന്നല്ല. കാരണം അവർ ചിന്തിക്കണം, ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിനിമയാണ്, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇത്രയും വലിയ ഒരുപക്ഷെ ലോകം മുഴുവൻ സംസാരിച്ചൊരു സിനിമയാണ്. അപ്പൊ അതുമായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഈ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. അതിനോട് ഫുള്ളായിട്ട് അതുപോലെ ചെയ്യണം എന്നല്ല. അതിപ്പോ ഇത് ഉണ്ടാക്കുന്ന ആളുടെ മൈൻഡും മെന്റാലിറ്റി ഒക്കെ വെച്ചിട്ടുണ്ടാവും. അയാളുടെ ഇഷ്ടങ്ങളായിരിക്കും, അയാൾ എന്താണോ പറയുന്നത് അത് പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് വീണ്ടും ഇത്രയും വലിയൊരു സിനിമ ചെയ്യുമ്പോൾ, ഇത്രയും ഹിറ്റായുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷനെ മാനിക്കണം എന്നുള്ളതാണ്. ഒട്ടും മാനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു പുതിയ ജോണർ ഇവര് പിടിച്ച് ചെയ്തിട്ടുണ്ട്, പുതിയൊരു സംഭവം ഇവർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പെർഫോമൻസുകളൊക്കെ നല്ലതാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഹാഫ് മുഴുവനായിട്ടും ജയിലിലാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ ജയിലിലാണ്, ഒരു 95% ജയിലിലാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഒരു 95% കോർട്ട് ഡ്രാമയാണ്. ജയില്, കോർട്ട്, ഇതല്ലാതെ ഒന്നും ഇതിലില്ല. പിന്നെ കൂടുതലായിട്ടും ഈ സിനിമ പറഞ്ഞു പോകുന്നത് ഇതിലെ നായകനായിട്ടുള്ള നമ്മുടെ ജോക്കർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസ്, അയാളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. അയാൾ ഇത്രയും കൊലപാതകം നടത്തിയതിനു ശേഷം ജയിലിലാണ്. ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ആളുകൾ, ഇയാളെ കുറ്റം പറയുന്ന കുറെ ആളുകൾ, പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഈ ജോക്കർ എന്ന് പറഞ്ഞ കഥാപാത്രം എന്തായി തീരും, ഇനി എന്ത് സംഭവിക്കും, അയാള് നമ്മൾ ഓരോ സീൻ കാണുമ്പോഴും ജോക്കറാണ് ആ ഒരു പവറിലേക്ക്, യെസ് ജോക്കർ എന്നുള്ള ഒരു സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ സമയത്തും. പക്ഷെ ഓരോ സമയത്തും ആ പ്രതീക്ഷക്ക് നിരാശ മാത്രമാണ് ഇവർ സമ്മാനിച്ചിട്ടുള്ളത്. ഇനി സിനിമയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോട് ഒട്ടും നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിലെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിൽ എന്തൊക്കെയോ പോസിറ്റീവ്സ് ഉണ്ട്, പക്ഷെ അത് കാണാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. അത്തരത്തിൽ ഇതിൽ വരുന്ന ഒരു പാട്ടുണ്ട്. ജോക്കർ അല്ല, സത്യത്തിൽ പാട്ടർ എന്നാണ് ഇതിനെ പറയേണ്ടത്. കാരണം പാട്ടോട് പാട്ട്, എന്റെ പൊന്നൂ, എവിടെ നോക്കിയാലും പാട്ട്. അനങ്ങിയ പാട്ട്, നിന്നാ പാട്ട്, ചിരിച്ചാ പാട്ട്, കരഞ്ഞ പാട്ട്, അപ്പിട്ട പാട്ട്. ഇവിടെ അങ്ങനെയാണ് ഇതില് പാട്ട്. അത് വെറുതെ പറയുന്നതല്ല. ഇതിൽ നമ്മളെ നായികണ്ടല്ലോ, നമ്മുടെ ലേഡി ഗാഗ, എന്റെ അമ്മോ, ആ ക്യാരക്ടറിനെ പാടാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നേക്കാണ്. പെർഫോമൻസ് ഓക്കെയാണ്, എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്, ഈ രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട്. അതൊട്ടും വർക്കൗട്ട് ആയിട്ടില്ല, ഒട്ടും കൺവിൻസ്ഡ് അല്ല ആ സംഭവം. നമ്മൾ കാണുന്നിടത്തൊക്കെ രണ്ടും രണ്ടാളുകളുടെ പ്രവൃത്തി ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് ഒരു ഇമ്പം നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം വളരെ മോശം ഫീലാണ് ഈ സിനിമക്ക് കിട്ടിയിട്ടുള്ളത്. പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സീൻസും, എവറി സീൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത് കഴിയുമ്പോൾ ഒരു പാട്ടാണ്. ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പാട്ടാണ്. ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാട്ടിലൂടെയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് കൂടുതൽ നമുക്കത് ഒരു പക്ഷേ കണക്ട് ആയേക്കാം, നമുക്ക് രസമായിട്ട് ഒരുപാട് സിനിമകളുണ്ട്. അതിന് കാർട്ടൂൺസിൽ മിക്ക സംഭവങ്ങളും അങ്ങനെ തന്നെയാണ് വരല്ലേ. ഇപ്പൊ ടാങ്കിൾഡ് എന്ന് പറഞ്ഞ സിനിമ കാർട്ടൂൺ ആണെങ്കിലും അത്തരത്തിൽ ഏതാണെങ്കിലും, ബ്രാവോ എന്ന് പറഞ്ഞിട്ട് കാർട്ടൂൺ, അതൊക്കെ കൂടുതലും അങ്ങനെയാണ്, പാട്ടിലൂടെയാണ് ഇവർ പറയുക. അത് സിനിമയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഫാന്റസി സിനിമകളൊക്കെ ആണെങ്കിൽ പിന്നെയും കുറെയൊക്കെ വർക്കൗട്ട് ആവും. ഇത്തരത്തിലൊരു സിനിമ ജോക്കർ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ എന്ത് പ്രതീക്ഷ ജോക്കർ കാണാൻ പോകുന്നത്? ഇനി ട്രെയിലറിൽ കണ്ട എന്തെങ്കിലും അതെങ്കിലും വേണ്ടേ? നമ്മൾ പോണ സമയത്ത് ഫുൾ പാടുക. നിങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. സിനിമ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. പാട്ടോട് പാട്ട് ശരിക്കും ഉറക്കം വരും, നമ്മളെ ഉറക്കുക. ഇതാണ് ഇതിലെ ജോക്കറിന്റെ പണി. ഓരോ സമയത്ത് കുറെ മൊബൈലിലൂടെ പാടും, ഫോണിലൂടെ പാടും, കുറെ കരഞ്ഞുകൊണ്ട് പാടും, കുറെ നിന്നുകൊണ്ട് പാടും, കുറെ ചിരിച്ചുകൊണ്ട് പാടും.
ഈ ജോക്കർ എന്ന് പറയുന്ന ഇതിന്റെ ഒരു പഴയ പ്രഭാവത്തിന്റെ ഒരു അതിന്റെ 7 അയലത്തോടും പോയിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. പിന്നെയും ജോക്കറിന്റെ വേഷെങ്കിലും വരെ കാണാൻ കഴിയുന്നത് കൂടുതലും ഇയാളുടെ സ്വപ്നങ്ങളിലൂടെയാണ്. ഇയാൾ ഡ്രീം ചെയ്യണം കുറെ സംഭവങ്ങൾ. അതും അതിന്റെ ഒരു ടോപ്പ് സംഭവത്തിലേക്ക് വന്നിട്ടില്ല. അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ തിരക്കളില്ലാത്തൊരു എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. എന്നാൽ സ്റ്റോറി ലൈൻ മാത്രം മികച്ചൊന്നുമല്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് എവിടെയും ഒരു ഒരു ലിറ്റിൽ ബിറ്റ് അല്ലെ ഒരു ഉയർച്ച എവിടെയും വരുന്നില്ല. അങ്ങനെയാണ് പോകുന്നത്. എന്നാലും നമുക്ക് വേണമെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു സാധനമൊക്കെയായിട്ടെങ്കിലും നമുക്ക് പരിഗണിക്കാമായിരുന്നു. പക്ഷെ അതും നമ്മള് പഴയ നമ്മുടെ ജോക്കറായിട്ട് അത് ആദ്യം ഫസ്റ്റ് ഇതിന്റെ പ്രീക്വലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് മോശം സിനിമയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇല്ലാണ്ടെങ്കിൽ നമുക്കൊരു ആവറേജിലെങ്കിലും വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്ന ഒരു സിനിമയായിരുന്നു. ഇതിന്റെ തുടക്കത്തിൽ ബിൽഡപ്പ് ഒക്കെ വളരെ നല്ലതാണ്. കാരണം ജോക്കറിനെ കാണിച്ച് അത് വിഷ്വലൊക്കെ വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബിൽഡപ്പ് കൊടുത്ത് ജോക്കറിനെ ഇങ്ങനെ ഒരു ഹൈറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് പിന്നെ ഒറ്റ അടരാതായത്തേക്ക് അത് ആ സിനിമയുടെ ഒരു ഏകദേശം കാൽ ഭാഗം ഒക്കെ കഴിയുമ്പോൾ തന്നെ അര ഭാഗം ആയിട്ടില്ല, ഇന്റർവെൽ ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇയാളെ പിടിച്ച് താഴത്തേക്ക് ഇടും. പിന്നെ ജോക്കർ അവിടെ നിന്ന് എണീറ്റിട്ടില്ല. ആ ഒരു കടത്താണ്. അവിടെ കടന്നിട്ട് ഇങ്ങനെ ഇഴയാണ്. പിന്നെ ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. സിനിമ കാണുന്നതിന്റെ ഇടയിൽ തന്നെ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കണ്ടെടുത്ത ആകെ ഒരു 9-10 ആളുകളെ ആകെ ഉള്ളൂ. 10 ആളുകൾ ഉണ്ട് തോന്നുന്നു. അങ്ങനെ 10 ആളുണ്ടെങ്കിലാണ് ഷോ റൺ ചെയ്യുക. അപ്പൊ അത്ര ഉള്ളൂ ആകെ. അതിപ്പോ അവിടുന്ന് ആരും ഇറങ്ങിപ്പോയെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ ഇറങ്ങിപ്പോകാൻ വളരെയധികം സാധ്യത ഉണ്ട്. നമുക്ക് ഉറക്കം വരും. എനിക്ക് സത്യമായിട്ട് ഉറക്കം വന്നിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ എന്താണ് ഇവര് കാണിക്കണമെന്ന് മനസ്സിലാകാത്തൊരവസ്ഥയാണ്. വെറുതെ ഇങ്ങനെ ഇങ്ങനെ വന്ന് പിന്നെ നമുക്ക് വെറുപ്പിക്കുകയാണ്. നമുക്ക് വല്ലാത്ത ഭ്രാന്ത് വരും. പ്രത്യേകിച്ച് ഇതിന്റെ ലേഡി ആ ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്ത് വരും. കാരണം അവർ വന്ന പാട്ടാണ്. അപ്പൊ ഇതൊന്നും വരാണ്ടിരുന്നെങ്കിൽ തോന്നും. അത് കഴിഞ്ഞ് പിന്നെ ഇവനും തുടങ്ങി പാടാനേ. ഇവൻ പാടന്നെ. ആദ്യത്തെ 1-2 പാട്ടൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ പാടന്നെ. ജോക്കർ ഇരുന്ന് പാടുക. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഫസ്റ്റ് പാർട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. സ്വാഭാവികമാണ്. കാരണം ഈ സിനിമയ്ക്ക് പോകാൻ തന്നെ പ്രധാന കാരണം ആ ഫസ്റ്റ് പാർട്ടാണ്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് 0 ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു 3 അല്ലെങ്കിൽ 3.5 ഔട്ട് ഓഫ് 10 അത്ര കൊടുക്കാനേ ഉള്ളൂ. സത്യത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര പോലും കൊടുക്കാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാ. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്.